നമസ്കാരം. നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് പാർക്കിംഗ് ആൻഡ് എക്കണോമിക് കൗൺസിലിൽ ഷിബിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ഈ ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോവാം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ തന്നെ റോസസ് ഒക്കെ നന്നായിട്ട് നിറഞ്ഞ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. എല്ലാ റോസ് പ്ലാന്റ്സും പല കളേഴ്സ്. നമ്മൾ ഈ സൈഡിൽ, അതായത് ഈ ഗാർഡൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറേ പെറ്റൂണിയാസ് ഉണ്ട്, ഡിഫറെൻറ്റ് കളർ പെറ്റൂണിയാസ് ഉണ്ട്. അപ്പം ആക്ച്വലി ഈ സൈഡിലെ ഒരു കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പിങ്കും പേർപ്പിളും പെറ്റൂണിയാസ് ആണ്. അത് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേയറ്റം വരെ. ഇവിടെ മൊത്തം ട്രെയിലിംഗ് ബാസ്ക്കറ്റ്സ് ആണെങ്കിൽ ഇവിടെ മൊത്തം ഹാങ്ങിങ് ബാസ്ക്കറ്റ്സ് ആണ്. എല്ലാം ഒരു പേർപ്പിൾ പിങ്ക് ഷെയ്ഡ്സ് ആണ്. എനിക്ക് നേരത്തെ പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഷിബിച്ചേട്ടന് ഓരോ വർഷവും ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ മുമ്പത്തെ എന്ന് പറഞ്ഞാൽ യെല്ലോ റെഡ് കോമ്പിനേഷൻസ് ഉള്ളത് ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. പക്ഷേ ഇപ്രാവശ്യം അത് പേർപ്പിൾ പിങ്ക് വയലറ്റ്. അപ്പം ഇങ്ങനെ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു പേർപ്പിൾ പിങ്ക് വയലറ്റ് കോമ്പിനേഷൻസ് ആണ്. അപ്പം എൻ്റെ കണ്ണിൽ ഏറ്റവും ആദ്യം വന്നൊരു പൂവായിരുന്നു ഇത് ഷിബിച്ചേട്ടൻ തന്നെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയും. കാരണം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാലനവും, ഇത് എപ്പോഴാണ് ഇത് പൂ വരുന്നത്? ഏപ്രിൽ മെയ്. അപ്പം ആ 2 മാസം നിറയെ പൂക്കൾ ഉണ്ടാവും ഇതുപോലെ. ഇങ്ങനെ 2-3 ആഴ്ച നിറയെ ഇങ്ങനെ നിൽക്കും അല്ലേ? ഇത് വർഷത്തെ ഒരിക്കലല്ലേ പൂക്കത്തുള്ളൂ? ഇതിന്റെ അസിലി എന്നാണ് ഇതിന്റെ പേര്. ഇത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇതിന്? കളർ വെറൈറ്റി 4 കളർ ഉണ്ട്. ഇതിന്റെ പിങ്ക് ഉണ്ട്, ഇതുണ്ട്, ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ ഇതും പൂവൊന്ന് പോയായിരുന്നു. അതെ അല്ലേ? ഇതിപ്പം ഒരുപാട് വർഷമായിട്ടുണ്ടാവും അല്ലേ? ഇതൊരു 4 വർഷത്തോളം. 4 വർഷം. ഇത് 6 വർഷമായി. 4 വർഷവും 6 വർഷമാണ്. അപ്പം ഇത് 4 വർഷത്തിൽ തന്നെ ഇത്രയും വലിയ ചെടിയായി ഗ്രോ ആയിട്ട് ഇങ്ങനെ. ഇതിന്റെ കൂടെ ഞാൻ വുഡ് ലില്ലി നട്ടിട്ടുണ്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പൂ വരും. ലില്ലി വർഷത്തിൽ ഒരിക്കലേ പൂ വരത്തുള്ളൂ. ഇത് ഈ 2 ആഴ്ച 3 ആഴ്ച നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൊഴിഞ്ഞങ്ങ് പോകും അല്ലേ? ഇത് വിന്ററിലും ഇങ്ങനെ നിർത്തിയാൽ കുഴപ്പമുണ്ടോ? അടുത്തകത്ത് വെളിയിൽന്നുള്ളൂ. തണുപ്പ് മഞ്ഞ് വീണാലും ഒരു കുഴപ്പമില്ല. എന്താണ് ഇതിന് ചെടി വളമൊക്കെ ഉപയോഗിക്കുന്നത്? മിക്സർ ഉണ്ടാക്കിയാണ്, മൾട്ടിപർപ്പസ്, പിന്നെ ബോൺ പൗഡർ, അങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതെല്ലേ? അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്, റോഡോഡെൻഡ്രോൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കളറ് തന്നെ ഭയങ്കര രസമാണ് കാണാൻ. ഒരു വെറൈറ്റി കളറാണ്. ഇപ്പം നമ്മൾ മഞ്ഞയും ചുവപ്പും പച്ചയും വെള്ളയെല്ലാം കണ്ടിട്ട് ഇനി ഒരു വെറൈറ്റി കളർ കാണാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞ ആ പൂവ് ഇതാണ്, റോഡോഡെൻഡ്രോൺ. എന്ത് ഭംഗിയാണെന്നറിയാവോ? അത് നിറയെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ അതിന് കളറാണ് ഏറ്റവും ഭയങ്കര ഭംഗി. എനിക്കിത് കാണുമ്പോഴത്തേക്കും പല വെറൈറ്റി നെയിൽ പോളിഷിൻ്റെയൊക്കെ ഒരു കളർ പോലെ തോന്നുന്നു. പക്ഷേ ഈ ചെടിയുടെ പ്രത്യേകത ശുചിയായിട്ടും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വെള്ളം വേണം. അപ്പം ഇതിൻ്റെ ചട്ടിയുടെ അടിയിൽ നിറയെ വെള്ളം നിറച്ചിട്ടിട്ട് അതിനകത്ത് ചട്ടി ഇറക്കി വെച്ചിട്ടാണ് ഈ ചെടി നിർത്തിയിരിക്കുന്നത്. കാരണം ഇതിന് ജലാംശം കൂടുതൽ വേണമെന്നുള്ള ചെടിയാണ്. പിന്നെ ഇത് ഇതേപോലെ നേരത്തെ പറഞ്ഞ അസീലിയ പോലെ തന്നെ ഏകദേശം ഒരു 2-3 ആഴ്ച ഇതുപോലെ പൂത്തിങ്ങനെ നിൽക്കും. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതെല്ലാം പൂവെല്ലാം കൊഴിഞ്ഞു പോകും. വർഷത്തിലൊരിക്കലേ ഉണ്ടാവുള്ളൂ. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ വന്നാലെന്താ, പക്ഷേ വരുന്നത് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് വരുന്നത്. ഞാനിവിടെ വന്നപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ മൊത്തം റോസസ് ആണ്. അതും പല വെറൈറ്റി റോസസ്. ഷ്രബ് റോസ് ഉണ്ട്, ബുഷ് റോസ് ഉണ്ട്, ക്ലൈംബിംഗ് റോസ് ഉണ്ട്. അതും എന്തോരം കളേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ മഞ്ഞ റോസാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാമോ? അതിങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ. ഇപ്പം നിറയെ മുട്ടൊക്കെ വന്ന് നിൽക്കുന്നതാണ്. പക്ഷേ റോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സമ്മർ മുഴുവൻ ഇതേപോലെ മുട്ടുകൾ വരും, വിരിയും, നിറയെ പൂക്കളുണ്ടാവും. നല്ല ഭംഗിയായിട്ട് ഗാർഡൻ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ലെസ് മെയിൻ്റനൻസ് ഉള്ളൊരു ചെടിയാണ് ഈ റോസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇത്തരം പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു, നിറയെ മുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് മുട്ടുകളുണ്ട്. ഈ ഗാർഡനിലെ ഏറ്റവും മിഡിലായിട്ട് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേയറ്റം വരെ റോസസ് ആണ്. അതുപോലെ തന്നെ ഈ റോസസ് ഒരു സൈഡിൽ റോസും ഇപ്പുറത്തെ സൈഡിൽ ട്രെയിലിംഗ് ബാസ്ക്കറ്റ്സിൽ ഈ പെറ്റൂണിയ, ജെറേനിയം, ഫിഷ്യ എല്ലാം വളർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ലില്ലിയൊക്കെ ഉണ്ട്. ലില്ലി മൊട്ട് വന്നിട്ടേ ഉള്ളൂ, ഇനി വരും. അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ലില്ലി പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സെയിം റെഡ് റോസ് ആണ്. നല്ല ഭംഗിയാണ്. അത് ഇപ്പം മൊത്തം വിരിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് മുട്ടുകളുണ്ട് വരാൻ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു വെറൈറ്റി കളറാണത്. അതും ഇപ്പം
ഒരെണ്ണേ വന്നിട്ടുള്ളൂ, പക്ഷേ അതിനകത്ത് ഇപ്പം കുറേ മുട്ടുകളൊക്കെ ഉണ്ട്. ഇനി മുട്ടുകളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കും ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വലിയ റോസ്, അതും ഒരു വെറൈറ്റി കളറാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, നല്ല നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ഞാൻ അവിടെ കണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിലെല്ലാം ഇങ്ങനത്തെ വെറൈറ്റി കളേഴ്സാണ്, നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കുക ഇതൊക്കെ. ഇത് ക്ലൈംബിംഗ് റോസാണ്, ഓർണമെൻ്റലായിട്ട് ഇങ്ങനെ വളച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അത് ഇപ്പം റോസ് ഫ്ലവേഴ്സ് കുറേ വന്നിട്ടുണ്ട്, കുറേ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പുറ സൈഡും കൂടെ ഒക്കെ പൂക്കളായി കഴിഞ്ഞാൽ ഇതിങ്ങനെ നിറച്ചും പൂവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. രണ്ട് നല്ല ഭംഗിയുള്ള ഫുഡ് റോസ്, രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സാണ്. അതായത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, നിറയെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കും. ഇത്രേ ഉണ്ടാവുള്ളൂ, ഏകദേശം ഈ സൈസിലൊക്കെ ആയിരിക്കും പൂക്കൾ വരുന്നത്, പക്ഷേ അത് നിറയെ പിടിച്ചിട്ടുണ്ടാവും. ഇതൊരു കളറാണ്, ഇത് വേറൊരു വെറൈറ്റി കളറാണ്. ഇത് രണ്ടും ഫുഡ് റോസാണ്. ഇത് ആക്ച്വലി കാല ലില്ലീസ് വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. വന്ന് ഇതേപോലെ കുറേ പൂവൊക്കെ ആയിട്ടിങ്ങനെ നിന്നിട്ട് ആ വർഷത്തേക്കുള്ളതെല്ലാം തീർന്നു പോവും. പിന്നെ ഇനി നെക്സ്റ്റ് ഇയറിലേ ഇത് വരത്തുള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണിത് നിൽക്കുന്നത് കാണാൻ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു വെറൈറ്റി കളറും അതേപോലെ തന്നെ ഈ റോസ് ഒരു വെറൈറ്റിയാണെന്നാണ് ശുഭചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ എല്ലാ റോസസും കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഇതിന്. ഇവിടെ ഫോക്സ് ക്ലോ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ വെള്ള കളറും ഇത് പേർപ്പിൾ കളറുമാണ്. അപ്പം ഇത് ഇപ്പം വിരിഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ കുറേ ദിവസം ഇത് നിൽക്കും. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് ആക്ച്വലി ബോർഡർ പ്ലാന്റ്സ് ആണ്. ഈ ഗാർഡൻ്റെ ബോർഡറിലൊക്കെ നിർത്തി നന്നായിട്ട് ഒരു ബോർഡർ ചെയ്ത് ഒരുപാട് നിരത്തി നടാൻ പറ്റുന്നതാണ്. ശുഭചേട്ടൻ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വലിയ ചെടിച്ചട്ടിയിൽ ഇതിങ്ങനെ നട്ടിട്ട് അതിന് ചുറ്റും വേറെ പെറ്റൂണിയൊക്കെ നട്ടിരിക്കുന്നുണ്ട്. പെറ്റൂണിയ, ജെറന്തി, ജെറേനിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പം ഇതിൻ്റെ മിഡിലിൽ, ഈ ചെടിച്ചട്ടിയുടെ മിഡിലിൽ ഫോക്സ് ഫ്ലവേഴ്സ് പിടിപ്പിച്ചിട്ട് അതിന് ചുറ്റും വേറെ പ്ലാന്റ്സ് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ വേറൊരു 2 വെറൈറ്റി റോസസ് അത് ഒരുമിച്ച് നട്ടിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനാണ്. ഇത് നോക്കി എന്താ ഭംഗിയാണ്. അത് റെഡും റോസും അതും എല്ലാം വളർന്നതെല്ലാം നല്ല വലിയ വലിയ പൂക്കളാണ്. അപ്പം ശിവചേട്ടനോട് ചോദിച്ചപ്പോൾ ഇത് ഏകദേശം 7 വർഷമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഒരുപാട് വളരാനും സംഭവിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗാർഡനിൽ തന്നെ എവിടെ നിന്ന് നോക്കിയാലും ഇതൊരു ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു 2 വെറൈറ്റി പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ വന്നായിരുന്നു. അന്ന് വന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്രാവശ്യം ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നിറയെ പൂക്കളായി. പിന്നെ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും രാവിലെ വെയിലായിരുന്നു. പിന്നെ UK വെതർ അറിയാമല്ലോ, രാവിലെ വെയിൽ കാണിച്ചാലും പെട്ടെന്ന് തന്നെ മഴ പെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്ത് മൂടി ഒരു വെതറായിട്ടിരിക്കുമോ. എന്നാലും സാരമില്ല, നമുക്ക് ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഭംഗി കാണുമ്പോഴത്തേക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. നമുക്ക് പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ലില്ലി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ലില്ലിക്കൊക്കെ മൊട്ടുകളായിരുന്നു വിരിഞ്ഞത്. ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അത് പൂവൊക്കെ വിരിഞ്ഞ് ഇപ്പോൾ 2 പൂവേ വന്നിട്ടുള്ളൂ. പക്ഷേ ലില്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമേ വിരിയത്തുള്ളൂ വർഷത്തിൽ. പക്ഷേ എന്നാലും കുറേ ദിവസം അത് നിന്ന് നല്ല ഭംഗിയായിട്ട് നിന്നിട്ട് അതങ്ങ് പൊഴിഞ്ഞു പോകും. പിന്നെ ഇപ്പം ഈ സൈഡിലൊക്കെയുള്ള റോസസൊക്കെ ഒരുപാട് റോസസ് വന്നിട്ടുണ്ട്, മൊട്ടുകളൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഇപ്പം ഇങ്ങേയറ്റം തൊട്ട് അങ്ങേറ്റം വരെ എല്ലാ കളേഴ്സും ഉണ്ട്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കളേഴ്സും ശിവചേട്ടൻ ഇവിടെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ റോസ്, വലിയ റോസ്, ഇപ്പം ഇതൊക്കെ ആക്ച്വലി വെറൈറ്റി കളേഴ്സാണ്, അങ്ങനെ എപ്പോഴും കാണുന്ന കളറുകളല്ല. അപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ പൂക്കളൊക്കെ. ആക്ച്വലി ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ ഇത് പോട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരേ നിരയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹൈറ്റ് ആണെങ്കിലും ആ വെട്ടി ഇതിൻ്റെ ഹൈറ്റ്സ്, അതായത് ചെടികളുടെ തന്നെ ഹൈറ്റ്സ് വെട്ടി അത് നിർത്തിയിരിക്കുന്നതാണെങ്കിലും അതൊരു പ്രത്യേകതരം ഭംഗിയാണ്. അപ്പം ഈ ഗാർഡൻ്റെ മിഡിൽ റോയിൽ നിറയെ റോസസാണ്. ഒരു സൈഡിൽ നിറയെ റോസസും ഇപ്പുറത്തെ സൈഡിൽ മൊത്തം ട്രെയിലിംഗ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെറ്റൂണിയ, ബീഗോണിയ അങ്ങനെയുള്ള ട്രെയിലിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പം ഇത് ബെഡിങ് പ്ലാന്റ്സ് പോലെ വാങ്ങിച്ചിട്ട് ഈ ചെടിച്ചട്ടിയിൽ വെച്ച് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് കുറേ നാൾ ഇതിൻ്റെ പൂക്കളിങ്ങനെ, അതായത് പുതിയ പൂക്കൾ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഏകദേശം നമുക്ക് സമ്മറിൽ ത്രൂ ഔട്ട് പൂക്കൾ കിട്ടുന്ന
പ്ലാന്റ്സ് ആണ് ഈ സൈഡിൽ മൊത്തം. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഏറ്റവും ഭംഗി. കാരണം പേർപ്പിളും മഞ്ഞയും പിങ്കും വയലറ്റും ഒക്കെ ആ ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഈ സൈഡിൽ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോവാം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ തന്നെ റോസസ് ഒക്കെ നന്നായിട്ട് നിറഞ്ഞ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. എല്ലാ റോസ് പ്ലാന്റ്സും പല കളേഴ്സ്. ഗാർഡനിൽ വന്നപ്പോഴത്തേക്കും പുതിയ കുറച്ച് ഫ്ലവേഴ്സ്. നമ്മൾ ഈ ടെസ്കോയും സെയിൻസ്ബറിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ ബൊക്കയിലിരിക്കുന്ന ഫ്ലവേഴ്സില്ലേ, അതിൽ പെട്ടതാണ് ഇതൊക്കെ. ഈ ക്രിസാന്തിമോമും പിന്നെ അതേപോലെ തന്നെ ഡെയ്സിയൊക്കെ നമ്മൾ ആക്ച്വലി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബൊക്കയിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണ്. അപ്പം ഇവിടെ അതിപ്പം പൂത്ത് തുടങ്ങി. ഇതിപ്പം ആക്ച്വലി ഈ സമ്മറിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇതുപോലെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഇത് പൊഴിഞ്ഞങ്ങ് പോകും. ഏകദേശം ഒരു വീക്കൊക്കെ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഹൈഡ്രാഞ്ചിയ ഉണ്ട്. ഹൈഡ്രാഞ്ചിയ ഇതൊരു പിങ്ക് കളറാണ്, നല്ല ഭംഗിയായിട്ട്. അത് ആക്ച്വലി ഇത് മുട്ട വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഗാർഡൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആർച്ചാണ്. ഇവിടെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് വിട്ടിരിക്കുന്ന ഇറ്റാലിയൻ ലെതർ ഫ്ലവർ ആണ്. ഇതാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. പക്ഷെ അത് ചെറുതായിട്ട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നിറയെ വരും. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ഇതാ ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇത് സമ്മറിലൊക്കെ നിൽക്കത്തില്ല, സമ്മറിൽ ഫുള്ള് നിൽക്കും അല്ലേ? അത് സമ്മറിൽ ഫുള്ള് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണത്. അതുപോലെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സത്യം പറഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ നിറയെ ലൊബേലിയാണ്. കാണുമ്പോൾ തന്നെ അത് ഭയങ്കര അട്രാക്റ്റീവാണ്. അതിൻ്റെ കളറ് പേർപ്പിളും ബ്ലൂവും ഇങ്ങനെ മിക്സ് ചെയ്ത് നട്ടിരിക്കുക, നല്ല ഭംഗിയായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഡാലിയൊക്കെ വിരിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം മൊട്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം രണ്ട് ടൈപ്പ് ഡാലിയ ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ അടുക്കടുക്ക് പെറ്റൽസ് ഉള്ള ഡാലിയ ഉണ്ട്. അതേപോലെ തന്നെ സിംഗിൾ പെറ്റൽസ് ഉള്ള ഡാലിയ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ഈ രണ്ട് സൈഡിലും പൂക്കളൊക്കെ നിറയെ പിരിഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി തന്നെ അതിനൊരു വേറൊരു വെറൈറ്റിയാണ്. നമ്മൾ അവിടെ കണ്ടപ്പോൾ തന്നെ ഇത് വേറൊരു വെറൈറ്റി കളറാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? നമ്മൾ ഇത്രയും ഫ്ലവേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇത് കണ്ടോ, ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്ലൈംബർ പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിരിക്കുക. ഇത് ക്യൂക്കമ്പറാണ്. ഇത് ആക്ച്വലി പൂവൊക്കെ വന്നിട്ടുണ്ട്. ക്യൂക്കമ്പർ ഉടനെ ഇതിനകത്ത് വരുവേ. അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ചിലപ്പം ക്യൂക്കമ്പറൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ബാസ്ക്കറ്റ്സിലൊക്കെ നിറയെ പെറ്റൂണിയാസ് വിരിഞ്ഞ് നിൽക്കുകയാണ്. രണ്ട് കളറിലുള്ള പെറ്റൂണിയാസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പം കുറച്ചും കൂടെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ട് ഇരിക്കുക. പക്ഷെ എന്നാലും അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സമ്മർ ത്രൂ ഔട്ട് ഇതേപോലെ നിൽക്കും. ഒരുപാട് പൂക്കളായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സിലും ഇതേപോലെ ട്രെയിലിംഗ് ബാസ്ക്കറ്റ്സിലൊക്കെ ആയിട്ട് നിർത്താൻ പറ്റിയ ഒരു ഫ്ലവറാണ് ഈ പെറ്റൂണിയ. അപ്പം അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണ് ജെറേനിയൊക്കെ. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആ സമ്മർ ത്രൂ ഔട്ട് ഇതേപോലെ നിൽക്കുന്നതാണ്. ഇത് നമുക്ക് നടാനാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഒക്കെ അത്ര പാടില്ലാത്ത ചെടികളാണ് ഇതൊക്കെ. കാരണം ഗാർഡന് കൂടുതൽ ഭംഗിയും കൊടുക്കുന്നത്. പക്ഷേ ശിവശേട്ടൻ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെൻ്റാണ്, ഈ ബാസ്ക്കറ്റ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്ലാഡിയോളി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്ലാഡിയോളി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബൊക്കേസിലൊക്കെ കാണുന്നത്. ഇപ്പം അതേപോലെ തന്നെ ഈ വെഡ്ഡിങ്സിന് ഒക്കെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ഗ്ലാഡിയോളി വെച്ചിട്ടാണ്. ഇത് ഇപ്പം ഇതിനകത്തൊരു 2-3 തൈ ഉണ്ട്. ഇത് റെഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? റെഡാണ്, റെഡ് കളറാണ്. ഇത് ഇപ്പം ആക്ച്വലി ഇത് വിരിഞ്ഞിട്ടില്ല മൊത്തം. ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. ഇതിങ്ങനെ ഒറ്റ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണിത്. വേറൊരു ബാസ്ക്കറ്റിൽ നിറയെ ജെറേനിയമാണ്. ജെറേനിയം പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ പോലെ തന്നെ പെറ്റൂണിയാസ് ആണ്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പെറ്റൂണിയാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതേ വീണ്ടും ഗ്ലാഡിയോളി, ലില്ലീസ്. ശരിക്കും പറഞ്ഞാൽ ഈ ലില്ലീസ് ആണെങ്കിൽ ഒരു വർഷത്തെ ഒരിക്കൽ മാത്രം വിരിയുന്നതാണ്. പക്ഷെ അത് വിരിഞ്ഞ് കുറേ ദിവസം ഇതേപോലെ നിൽക്കും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ ലില്ലീസായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ചട്ടിയിൽ തന്നെ അസീലയും ലില്ലീസ് നട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അസീലിയ ആക്ച്വലി നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പൊഴിഞ്ഞു പോയി. ഇപ്പം ലില്ലീസൊക്കെ വന്ന് അത് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും ഫിഷ്യ വെച്ചിട്ടുണ്ട്. ഫിഷ്യ അതിങ്ങനെ ഈ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. നല്ല രസമാണത്. ഇത് രണ്ടും ആക്ച്വലി 2 കളേഴ്സാണ്. ഒന്ന് ലൈറ്റ് പിങ്കും കുറച്ചും കൂടെ ഡാർക്ക് പിങ്കും ആണ് ഒരെണ്ണത്തിൽ. നല്ല ഭംഗിയുണ്ട് അത്.
ഇവിടെ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സും അതേപോലെ തന്നെ ഗ്ലാഡിയോളും ഉണ്ട്. ഇപ്പം ഈ ഗ്ലാഡിയോൾ ഏകദേശം വിരിയാറായി. ഇത് വൈറ്റ് കളറാണ്. നമ്മൾ അവിടെ കണ്ടത് റെഡ് ആണെങ്കിൽ ഇത് വൈറ്റ് കളറാണ്. വൈറ്റ് അല്ല, ആക്ച്വലി ഒരു ക്രീം ടൈപ്പ് ഓഫ് കളർ. നല്ല ഭംഗിയുണ്ട്. അതും ആക്ച്വലി ഇതും വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഒരു ക്രീം ആൻഡ് റെഡ് മിക്സിൽ നിൽക്കുന്ന നല്ല ഭംഗിയായിരിക്കും. ഒരു പെയിൻറ്റിങ് പോലെ അത്രയും ഭംഗിയായിട്ടായിരിക്കും ഈ ഗാർഡൻ നിൽക്കുന്നത്. ഇതും കൂടെയൊക്കെ വിരിയുമ്പോൾ. പിന്നെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇത് ക്രിസാന്തിമമാണ്. അത് ആക്ച്വലി ഇത് ഏറ്റവും ലാസ്റ്റ് വിരിയുന്ന ഒരു ചെടിയാണിത്. ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്ത് നിറയെ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ കോർണറിൽ ഒരു ഹൈഡ്രാഞ്ചിയ ഉണ്ട്, വെള്ള ഹൈഡ്രാഞ്ചിയ. ഇത് ഇപ്പം ചെറിയ 2-3 പൂക്കളേ ആയിട്ടുള്ളൂ. പക്ഷേ ഹൈഡ്രാഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾ ഇങ്ങനെ അടുക്കി വന്നിട്ട് നിറയെ പൂക്കൾ ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഇത് ആക്ച്വലി വുഡ് ലില്ലിയാണ്. ഈ വുഡ് ലില്ലിയെ കണ്ടോ എന്ത് ഭംഗിയാണ്. അതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ തലതിരിഞ്ഞാണ് കിടക്കുന്നത്. പക്ഷെ അതിനകത്ത് ആ ഒരു പെറ്റൽസിന് ഇങ്ങനെ സ്പോട്ടഡ് ആയിട്ട് കിടക്കുക. യെല്ലോയിൽ റെഡ് സ്പോട്ട്സ് വന്നിട്ട് ഇങ്ങനെ കിടക്കുക. നല്ല ഭംഗിയുണ്ട് അത്. അതുപോലെ തന്നെ ഇതിൽ പിങ്കിൽ കൈൻഡ് ഓഫ് ലൈക്ക് പർപ്പിൾ സ്പോട്ട്സാണ്. നല്ല ഭംഗിയുണ്ട് അത്. രണ്ടും 2 കളേഴ്സാണ്. അതാ ഒരൊറ്റ ചട്ടിയിലാണ് ശിവചേട്ടൻ നട്ടിരിക്കുന്നത്. ഇത് ലില്ലീസും പിന്നെ അതേപോലെ തന്നെ ലൊബേലിയും പെറ്റൂണിയും ഒക്കെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻ്റ് ആണത്. ആക്ച്വലി ഹൈഡ്രാഞ്ചിയ, പക്ഷേ ഹൈഡ്രാഞ്ചിയയുടെ പൂ വിരിഞ്ഞിട്ടില്ല, മുട്ടകളൊക്കെ വന്നിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ഒരു നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് നിറയെ പൂക്കളുണ്ടാവും. അപ്പം അതിനോട് ചേർന്ന് തന്നെ ഡാലിയ നിൽപ്പുണ്ട്. ഇതൊരു അവിടെ കണ്ട പോലത്തെ ഡാലിയ അല്ല, ഇതൊരു വെറൈറ്റി ഡാലിയാണ്. നല്ല ഭംഗിയുണ്ട്, ചുമന്ന കളറാണ്, നല്ല രസമുണ്ട് അത്. ഡാലിയ ശരിക്കും പറഞ്ഞാൽ സമ്മറിൽ മൊത്തം പൂക്കളുണ്ടാവും. അത് ഒരു ഏകദേശം ഒരു 3-4 മന്ത്സ് നിറയെ പൂക്കൾ വരുന്നൊരു ചെടിയാണ് ഡാലിയ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെടിച്ചട്ടിയിൽ തന്നെ ഇങ്ങനെ പെറ്റൂണിയയും 2 കളറിലുള്ള പെറ്റൂണിയാസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലില്ലീസ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറേ ലില്ലീസ്. അതായത് ഇത് ഒരു പ്രത്യേകതരം കളറാണ് ഈ ലില്ലി. ഇത് ജെറേനിയമാണ്. പക്ഷെ ജെറേനിയം ശരിക്കും ഇത് വിരിഞ്ഞ് വന്നിട്ടില്ല, ചെറുതായിട്ട് വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ഒരു നെക്സ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ഇതെല്ലാം ലില്ലിയാണ്. ലില്ലി ആക്ച്വലി എല്ലാം മൊട്ടുകൾ വന്നിട്ടുണ്ട്, വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയും വേറൊരു വെറൈറ്റി ലില്ലി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഹൈഡ്രാഞ്ചിയ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഹൈഡ്രാഞ്ചിയ ആക്ച്വലി അതിനകത്ത് മുട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ ലേറ്റർ ഓൺ അതിനകത്ത് മുട്ടൊക്കെ വന്ന് നല്ല ഭംഗിയാവും. അപ്പോഴത്തേക്കും കുറച്ച് വെറൈറ്റി ലില്ലീസൊക്കെ കണ്ടു. അപ്പം ഇതൊക്കെ മുട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുട്ടൊക്കെ ആയിരുന്നു. ഇപ്പം അത് മുട്ടൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ സെറ്റ് മൊത്തം ലില്ലീസാണ്. ഇതാണെങ്കിൽ ഈ ചെടിയാണെങ്കിൽ നിറയെ പിടിച്ച് നിൽക്കുക. ഇത് നിറയെ ലില്ലി ഫ്ലവേഴ്സ് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. കാരണം ലില്ലിയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അത് ഇതുപോലെ ഫ്ലവേഴ്സ് വന്നിട്ട് ഒരു 2 ആഴ്ചയൊക്കെ നിന്നിട്ട് അതുപോലെ തന്നെ തന്നെ പൊളിഞ്ഞു പോവുക ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല്, നല്ല സ്മെല്ലുണ്ട്. ലില്ലിയുടെ ഒരു പ്രത്യേകതരം ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും ശരിക്കും ഗ്ലാഡിയോളിയൊക്കെ പൂത്ത്. ഇപ്പം ശിവചേട്ടൻ പറയുന്നത് ശിവചേട്ടൻ്റെ കയ്യിൽ 7 വെറൈറ്റീസ് ഉണ്ടെന്ന്. ഇപ്പം കാറ്റ് കാരണമാണ് ഇതിപ്പോൾ ചരിഞ്ഞൊക്കെ നിൽക്കുന്നത്. പക്ഷെ എന്തായാലും ഇത് വിരിഞ്ഞ് ആക്ച്വലി ഇനി കുറച്ചും കൂടെ വിരിയാനുണ്ട്. ഇപ്പം ഇത് വെള്ളയാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ വെള്ളയുടെ ഇടയിൽ പർപ്പിൾ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇത് റെഡ് ഗ്ലാഡിയോളിയ നിറയെ പിടിച്ച് നിൽപ്പുണ്ട്, നല്ല ഭംഗിയായത്. ഇവിടെ വേറൊരു ഡിസൈനുണ്ട്. ആക്ച്വലി അത് റെഡിൽ തന്നെ വൈറ്റ് സ്പോട്ട്സ് ഒക്കെ ഉള്ള ഡിസൈനാണ്. പിന്നെ അതേപോലെ തന്നെ മെജന്ത, അതും നല്ല ഭംഗിയുണ്ട് ഗ്ലാഡിയോളി. ഇപ്പം കാറ്റായതുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞൊക്കെ നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായി. ഇപ്പം നല്ല വെയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊരു പ്രത്യേകതരം ഭംഗിയായിരുന്നു തന്നെ. ആക്ച്വലി നല്ലൊരു കളറാണ്, ലാവൻഡർ കളറാണ്. പക്ഷേ ഇത് മിക്സ് ചെയ്ത് നട്ടിരിക്കുക. ലാവൻഡറും ഉണ്ട്, റെഡും ഉണ്ട്. അപ്പം ഇതിൻ്റെ പൂക്കൾ നിറയെ വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. വേറൊരു വെറൈറ്റി ഉള്ളത് ഡാലിയാസ് ആയിരുന്നു. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം കണ്ട പൂക്കൾ തന്നെയാണ് ഈ ഡാലിയ. പക്ഷെ ഇതാണ് ഇപ്രാവശ്യം വിരിഞ്ഞത്. ആക്ച്വലി ഇതിനേക്കാട്ടിലും വലിയ പൂക്കളാണ്. ഡിന്നർ പ്ലേറ്റ് ഡാലിയാസിനെ പോലത്തെയാണ് ഇത്. ഡാലിയ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും പൂക്കൾ വന്നുകൊണ്ടിരിക്കും, മുട്ടുകളും പൂക്കളും വന്നുകൊണ്ടിരിക്കും. സമ്മർ ത്രൂ ഔട്ട് ഇതിനകത്ത് പൂക്കളുണ്ടാവും. പിന്നെ ഇതിൻ്റെ കിഴങ്ങ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം ഈ കിഴങ്ങ് എല്ലാ വർഷവും ഇതിൽ നിന്ന് തന്നെ കിളിച്ച് വരിക ചെയ്യുന്നത്. അപ്പം ഈവൻ ദോ വിൻ്ററിലാണെങ്കിലും അത് പോയാലും നെക്സ്റ്റ് സമ്മറിൽ വീണ്ടും ഇതുപോലെ കിളിച്ച് വന്ന് നിറയെ പൂക്കളൊക്കെ തരും. ഒരു സമ്മർ ത്രൂ ഔട്ട് ഉണ്ടാവും.
ഇടയിൽ കൂടി തന്നെ ശുഭിചേട്ടൻ ഇതിൻ്റെ വെജിറ്റബിൾസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് പിച്ചറായി നിൽക്കുന്ന സമയമാണ്. ഇപ്പം ഇവിടെ ക്യൂക്കമ്പർ ഉണ്ട്, പിന്നെ ആ സൈഡിൽ വേറൊരു വെജിറ്റബിളും കൂടെ ഉണ്ട്. അത് പിടിച്ച് വരുന്നേ ഉള്ളൂ, പക്ഷെ അതൊരു നെക്സ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അത് നിറയെ പിടിച്ചിട്ടുണ്ടാവും. അതൊരു ക്ലൈംബറും കൂടെയാണ്. ഇതാണ് ശുഭിചേട്ടൻ്റെ ഈ ഒരു ഗാർഡൻ. നമ്മൾ പല പല ദിവസങ്ങളിലായിട്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതായത് പൂക്കൾ വിരിയുന്നതും പല പല വെറൈറ്റീസ് ഓഫ് പൂക്കൾ വിരിയുന്നതും ചെടികളുടെ ആ ഒരു ഗ്രോത്തും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം ഏകദേശം സമ്മറിൻ്റെ ഒരു ലാസ്റ്റ് ഫേസിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു വെറൈറ്റി കുറച്ച് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ശുഭിചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ വിരിഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്രാവശ്യം വിരിഞ്ഞതാണ്. ഇത് ആക്ച്വലി ഗാർഡൻ ഫ്ലോക്സ് ആണ്. ഇത് ഹൈഡ്രാഞ്ചിയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ഭയങ്കര ഭംഗിയാണിത്. എല്ലാ വർഷവും വരുന്ന ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി പൂവാണിത്. ഇത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, അതിൻ്റെ ഒരു കളറാണെങ്കിലും ആ ഒരു പൂവിൻ്റെ ഘടനയാണെങ്കിലും എന്ത് ഭംഗിയാണ്. ഇത് അമരാന്തസ് ആണ് ഈ ചെടി. നമ്മുടെ നാട്ടിലൊക്കെ കോഴിപ്പൂ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ചെടിയാണ്. ഇതിൻ്റെ പൂ എന്ന് പറഞ്ഞാൽ ഇത് നീളം പക്ഷെ നല്ല നീളം വരുന്നതാണ്. ഇപ്പം ഇപ്രാവശ്യം നമുക്ക് നിറയെ പൂവ് കിട്ടുന്നത് അതിൻ്റെ പിന്നിലായിട്ടുള്ളതാണ് ബിഗോണിയ. അത് കുറച്ച് വലുതായി ഇപ്രാവശ്യം, പൂക്കളൊക്കെ നല്ല വലുതായി. ഇത്രയും വലിയ ബിഗോണിയൊക്കെ കാണാൻ കിട്ടുമെന്നുള്ളതാണ്. ഏകദേശം പറഞ്ഞാൽ ഈ ഒരു മിഡിൽ റോയിൽ നിറയെ പൂക്കളായി, വെറൈറ്റി പൂക്കളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതായിരുന്നു റോസസ് ഒക്കെ. ഈ റോസസ് ഒക്കെ ഇപ്പോഴും വിരിഞ്ഞ് തന്നെ നിൽപ്പുണ്ട്. ഇപ്പം ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഈ ബ്ലാക്ക് ഐഡ് സൂസൻ എന്ന് ഇവിടെ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം പൂവാണ് ഈ യെല്ലോ ഫ്ലവർ. ഇത് ആക്ച്വലി ഇതിനകത്ത് ചെടിയിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പം ശുഭിചേട്ടൻ തന്നെ പറയുന്നു ഈ വർഷം നല്ല കാറ്റായിരുന്നു, കാറ്റത്ത് കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പക്ഷെ എന്നാൽ പോലും ഇത്രയും ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇത് അതിൻ്റെ ഇടയിൽ ഇതാ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ബിഗോണിയ, നേരത്തെ കാണിച്ച പോലത്തെ ബിഗോണിയാണ്, പക്ഷെ അതൊരു വേറെ വെറൈറ്റി കളറാണ്. നമ്മൾ ആദ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ട ഒരു ഫ്ലവർ ആയിരുന്നു ലൊബീലിയ. അവിടെ 2 ചട്ടി നിറയെ ലൊബീലിയ ഉണ്ടായിരുന്നു. ആ ലൊബീലിയയുടെ തന്നെ വേറൊരു വെറൈറ്റി ഫ്ലവറാണിത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇപ്പം കുറച്ചൊക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ അത് നിൽപ്പുണ്ട്. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളറുമാണ്. അതൊരു ലൊബേലിയുടെ തന്നെ ഒരു വേറൊരു വെറൈറ്റി ഫ്ലവറാണിത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന 10 മണി പൂവില്ലേ, അത് തന്നെ കണ്ടില്ലേ, അതിൻ്റെ 2-3 കളർ വെറൈറ്റീസ് ആണ്. അതിൽ യെല്ലോയിൽ തന്നെ പിങ്ക് ഷെയ്ഡുള്ളതും പിങ്ക് കളർ മാത്രമുള്ളതും ഒക്കെയാണ്. പിന്നെ വേറൊരു കളറും ഉണ്ട് ഇവിടെ, ഒരു കൈൻഡ് ഓഫ് മെജന്ത. നമ്മൾ തുടക്കം തൊട്ടേ കാണുന്നതാണ് ഈ ട്രെയിനിങ് ബാസ്ക്കറ്റ്സും ഹാങ്ങിങ് ബാസ്ക്കറ്റ്സും ഒക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും അത് നിറയെ പൂക്കളാണ്. പെറ്റൂണിയ, ബിഗോണിയ എല്ലാം നല്ല ഭംഗിയാണ്. ഇപ്പം നോക്കി എല്ലാം മിക്സഡ് കളേഴ്സ്, പേർപ്പിൾ, പിങ്ക്, വയലറ്റ് ഒക്കെ ആയിട്ട് നിറയെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്, പല ഷെയ്ഡ്സ് ഉള്ള ഇതാണ്. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള വളങ്ങൾ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ, അതായത് സമ്മറിന്റെ സ്റ്റാർട്ടിങ്ങിൽ വളം ഇട്ട് കൊടുത്ത് അങ്ങനെ ഇത് വിന്റർ ആകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് നിർത്തേണ്ടി വരും. കട്ട് ചെയ്ത് നിർത്തണം. അപ്പം ഇത് വിന്റർ ആയാലും ഈ ചെടി നശിക്കില്ല, പക്ഷെ നെക്സ്റ്റ് സമ്മർ ആകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഈ വെള്ളപ്പൂവ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചേഞ്ച് ആയി അത് പിങ്ക് ആവും. അതുപോലെ തന്നെ ഞാൻ അവിടെ വേറൊരു കളർ കണ്ടായിരുന്നു, അത് പിങ്ക് കളറാണ്. ഇവിടെ ശരിക്കും ഒരു എത്ര ഹൈഡ്രാഞ്ചിയ ചെടികൾ കാണും? 7 ചെടികളുണ്ട്. ആ നേരത്തെ കണ്ട പോലത്തെ ആ വൈറ്റ് ഫ്ലവറിന്റെ വേറൊരു വെറൈറ്റിയാണ് ഈ പിങ്ക് ഫ്ലവർ. ഇത് ആക്ച്വലി കളറൊന്നും ചേഞ്ച് ചെയ്യത്തില്ല. ഇതിൻ്റെ മൊട്ട് വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയായിരിക്കും. അത് വലുതായി വരുമ്പോഴത്തേക്കും അത് ഫുൾ പിങ്ക് കളറിൽ ഇങ്ങനെ നിൽക്കും. അപ്പം ഇത് ശരിക്കും കണ്ടോ എന്ത് ഭംഗിയാണ്, അത് നിറയെ ഇങ്ങനെ ഓരോരോ കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ഗാർഡനിലെ ഫ്ലവേഴ്സും ചെടികളും അത് നോക്കുന്ന പോലെയും അതുപോലെ തന്നെ അതിൻ്റെ പോട്ട്സും
ഒക്കെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ചെടിയിൽ തൂക്കിയിട്ടേക്കുന്ന കിളിക്കൂടുകൾ കണ്ടോ, ഒരു 3 കിളിക്കൂടും, പിന്നെ അതേപോലെ തന്നെ ഒരു ഓർണമെൻറ്റും, പിന്നെ ഐഡലും, ഒരു വലിയ ഗാർഡൻ ഡെക്കറേഷൻ വേസും ഒക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ ആ ഒരു കോർണറിൽ. ഇവിടെ കണ്ടോ ടൊമാറ്റോസ് പിടിച്ച് വെച്ച് വരുന്നത്. ആക്ച്വലി ഇത് പിടിച്ച് വരുന്നേ ഉള്ളൂ, ഇത് പച്ചയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3 to 4 weeks കഴിയുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം വലിപ്പം വെക്കും, അതുപോലെ തന്നെ പഴുക്കുകയും ചെയ്യും. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, അവിടെയൊക്കെ ടൊമാറ്റോസ് ശരിക്കും പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഈ ഗാർഡനിൽ കുറേ പച്ചക്കറിയാണ്. ഇപ്പം നേരത്തെ കണ്ട പോലെ കുറേ ടൊമാറ്റോസ്, ഇത് ക്രൂട്ട്നട്ട്സ് പോർഷനാണ്. ഇതായി കണ്ടോ, ഇതിൻ്റെ സൈസ് കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടെ ഏകദേശം കണ്ടോ ഒരു കൈയുടെ അത്ര നീളം ഇതിനുണ്ട്. ഇത് കട്ട് ചെയ്യാണ്, കട്ട് ചെയ്ത് കണ്ടോ ഇത്രയുണ്ട്. എൻ്റെ കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ഏകദേശം. നല്ല നല്ല വെയിറ്റ് ഉണ്ട്. 5 കിലോ അതെ 5 കിലോ അടുപ്പിച്ച് വരും ഇത്. ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും ഇവിടെ വേറൊരു ക്യൂക്കമ്പർ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും അത് എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും വലിപ്പമുള്ളൊരു ക്യൂക്കമ്പറാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പം ഈ ചെടി ഉണ്ടായിരുന്നെങ്കിലും ഇതിനകത്ത് പൂക്കൾ ഇത്ര വിരിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇത് ആസ്ട്രാണ്. അതിൻ്റെ കളർ തന്നെ ഒരു പ്രത്യേക തരം ഒരു വയലറ്റ്, ബ്ലൂയിഷ് വയലറ്റ് എന്ന് പറയാം. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഇത്തിരി അടുപ്പിച്ചിട്ടല്ല, ഇത് കുറച്ച് വിടർന്നിരിക്കുകയാണ്. ഇത് മറ്റേ അടുക്കുമുല്ലയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു വെറൈറ്റിയാണിത്. ഇത് അറിയാമല്ലോ, നാട്ടിലെ 10 മണി പൂവാണിത്. ഇത് പല കളറുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം അവിടെ കുറേ ഇത് പല കളേഴ്സ് നമ്മൾ എടുത്തായിരുന്നു. ഈ കളറൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടത്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മൾ അകത്ത് വെക്കുന്ന ഈ ബനാന പ്ലാന്റ് പോലത്തെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അത് ഇന്ന് സത്യം പറഞ്ഞാൽ ശിവചേട്ടൻ ഇത് നട്ടേന്ന് പറഞ്ഞു. ഈ ചട്ടിയൊക്കെ വാങ്ങി ഇതിനകത്ത് കല്ലുകളൊക്കെ നിറച്ച് ഒരു ഓർണമെൻ്റൽ ഫ്രോഗിനെയൊക്കെ വെച്ച് ഇത് അറേഞ്ച് ചെയ്ത് വെച്ച് ഇന്ന് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതെടുത്ത് ഇനി അകത്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ട വയലറ്റ് ആസ്ട്രിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. ഇതെന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ്. പക്ഷേ ഇത് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ ഇതേപോലെ വന്ന് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇപ്പം രസമായിട്ടുണ്ട്. ശരിക്കും പച്ച കളറിലായിരുന്നു, അത് പഴുത്തിട്ടില്ലായിരുന്നു. ഇപ്പം കണ്ടോ എല്ലാം പഴുത്തു. ഇതൊരു വെറൈറ്റി ടൊമാറ്റോ ആണ്. ഇത് നമ്മൾ ചുമന്ന കളറിലല്ല വരുന്നത്. ഇതിപ്പം എല്ലാം പഴുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ശിവചേട്ടൻ്റെ ഗാർഡനിൽ ഹാർവെസ്റ്റിംഗ് പീരീഡ് എന്ന് വേണം പറയാം. കാരണം കുറേ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഇതായി. സാധാരണ നമ്മൾ അവിടെയൊക്കെ കണ്ട പല ടൈപ്പ് ബിഗോണിയ ഉണ്ടായിരുന്നു. പിങ്ക് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു യെല്ലോ കളർ ബിഗോണിയ എന്ന് പറയുന്നത് അതൊരു വെറൈറ്റിയാണ്. കണ്ടോ, അതും അതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് എല്ലാം വിരിഞ്ഞു ഏകദേശം. ഇപ്പം സമ്മറിൻ്റെ അവസാന കാലഘട്ടമാണ്, എന്നിട്ട് പോലും എല്ലാ പൂക്കളും എല്ലാം വിരിഞ്ഞു. അത് തീരാറായി. ഇത് പനിനീർ റോസാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ പനിനീർ റോസാണ്. ഇത് ആക്ച്വലി സമ്മറിൻ്റെ ഏറ്റവും ലാസ്റ്റ് സമയം. ഇപ്പം സമ്മർ എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പം ഓട്ടമാണ്, ഫോൾസ് ആണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമ്മറിൽ പല പ്രാവശ്യം നമ്മളിവിടെ വന്ന് ഒരുപാട് ഇവിടെയൊക്കെ എന്തുമാത്രം പൂക്കളായിരുന്നു. ഒരുപാട് വീഡിയോ എടുത്തു. ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളും പോയി. ശിവചേട്ടൻ്റെ കയ്യിൽ 2 വെറൈറ്റി, ആക്ച്വലി 4 വെറൈറ്റി ക്രൈസാന്തമം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സമ്മർ സമയത്തല്ല വിരിയുന്നത്, അത് ഈ ഓട്ടം സമയത്താണ് വിരിയുന്നത്. ഒക്ടോബർ എൻഡ് തൊട്ട് വിരിയും. ഇത് കണ്ടോ, ഇത് അടുക്കി നിറയെ ഫ്ലവേഴ്സാണ്. ഇത് മൊത്തം ഇങ്ങനെ എന്തുമാത്രം ഫ്ലവേഴ്സാണെന്ന് അറിയത്തില്ല, അത്രയും വിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി തന്നെയാണ് ഇത്.
ശരിക്കും ഇതിപ്പം വിരിഞ്ഞിപ്പോ കുറച്ച് ദിവസമായി അല്ലേ? 3 ആഴ്ചയായി. 3 ആഴ്ചയായി വിരിഞ്ഞിട്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒക്ടോബറിൽ വിരിഞ്ഞ് ഒക്ടോബർ എൻഡിൽ വിരിഞ്ഞ് ഒരു 3-4 ആഴ്ച ഇതുപോലെ തന്നെ നിൽക്കുന്നതാണ്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും സ്പൈഡർ ജമന്തിയാണ്. ഇതും വേറൊരു വെറൈറ്റി ഓഫ് ക്രൈസാന്തിമമാണ്. നമ്മൾ അങ്ങനെ യൂഷ്വലി കാണാത്തൊരു വെറൈറ്റിയാണ് ഇത്. പിന്നെ അതേപോലെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇതും ഒരു യൂഷ്വൽ നമ്മൾ കാണുന്നതല്ല. യൂഷ്വലി നമ്മൾ എപ്പോഴും കാണുന്നത് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്രൈസാന്തിമമാണ്. ഈ ഫ്ലവേഴ്സോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഈ ഗാർഡൻ്റെ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ പരിചയപ്പെട്ടെങ്കിലും ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇതിൻ്റെ ഗാർഡനർ ആണ് ശിവചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം പുള്ളി തന്നെ പറയും പുള്ളിയുടെ ഒരു എഫേർട്ടല്ലേ ഗാർഡനിലെ ഒരു സമ്മർ കാലം എന്ന് പറയുന്നത്. ശിവചേട്ടൻ്റെ ഗാർഡനിൽ തന്നെ ഒരുപാട് മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ആണ് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മൾ ഓരോ വീഡിയോയിലും നേരത്തെ കണ്ടിട്ടുള്ളത്. ആ ഫ്ലവേഴ്സ് എല്ലാം വിരിഞ്ഞ് എത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഓരോന്നും. ഇപ്പം ഒരു കരിയില പോലും തറയിലില്ലാത്ത രീതിയിൽ അത്രയും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ശിവചേട്ടൻ ഈ ഗാർഡനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പം വിൻ്റർ സമയത്ത് എന്താണ് ഇനി എല്ലാം പോയി, ഇനി 1-2 ആഴ്ച കൊണ്ട് എല്ലാം നശിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ ചെടികളെല്ലാം ശിവചേട്ടൻ്റെ അടുത്ത് സേവ് ചെയ്ത് വയ്ക്കും. ഇത് വിൻ്റർ സമയത്ത് ഇതെല്ലാം പ്രിസർവ് ചെയ്ത് വയ്ക്കും. കാരണം അടുത്ത ഒരു മാർച്ച് ഏപ്രിൽ സമയമാകുമ്പോഴത്തേക്കും വീണ്ടും ഇതെല്ലാം പഴയ പോലെ ഈ ഗാർഡനിൽ തന്നെ എടുത്ത് വെക്കാറുണ്ട് അല്ലേ? അതെ, ഏറെക്കുറെയൊക്കെ നശിച്ചു പോകും. തണ്ട് ചെടികളെല്ലാം നശിച്ചു പോകും. റോസ്, ഹൈഡ്രാഞ്ചിയ അങ്ങനെയുള്ളതൊക്കെ നിൽക്കും. ഇത് എന്താ ചെയ്യുന്ന? സ്നോ വീഴാതിരിക്കാൻ എന്തെങ്കിലും? അത് ഷെഡിനകത്ത് വെക്കുന്നില്ല. അപ്പം ഇത് മറ്റേ ഇതൊക്കെ ബീഗോണിയ, പെറ്റൂണിയ അങ്ങനെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് അതൊക്കെ ആക്ച്വലി വിന്റർ സമയത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ സമ്മറിൽ പുതിയ ബഡ്സ് വെച്ചിട്ട് ഏത് സമയത്താണ്? മാർച്ച് സമയത്ത് ഇതേപോലെ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സിലെല്ലാം വെച്ച് പിടിപ്പിക്കുന്നതാണ്. പിന്നെ ഒരു 4 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പൂക്കളായിട്ട് ഈ ഗാർഡൻ നിറയെ പിടിച്ച് നിൽക്കുന്നത്. ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ശരിക്കും മുളകാണിത്. പക്ഷേ ഇതൊരു വെറൈറ്റി ടൈപ്പ് മുളകാണ്. കണ്ടില്ലേ? നല്ല രസമുണ്ട്. ഇത് കുറേ പിടിച്ച് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് കോഡിയം റെഡ് അല്ലെങ്കിൽ ബനാന ക്രോട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ആക്ച്വലി ഓറിയന്റൽ ടൈഗർ പ്ലാന്റ് എന്ന് പറയും. ഇത് ഇൻഡോറിൽ വെക്കുന്നത്. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ഇത് ആക്ച്വലി അടിയിൽ വെള്ളം ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ചട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് ഇതും ഒരു ഇൻഡോർ കൈൻഡ് ഓഫ് പ്ലാന്റ് ആണ്. ശരിക്കും ഒരു ഡെക്കറേറ്റീവ് ഓർണമെന്റൽ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന് പറയുന്നത് ബേർഡ്സ് ഐ എന്നാണ്. ഇത് ആക്ച്വലി ഇതൊരു വലിയ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നല്ല കെയറോട് കൂടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ് ആണ്. റാറ്റിൽ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ കണ്ടതാണ് ഈ മണി പ്ലാന്റ്. മണി പ്ലാന്റ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. സാധാരണ എല്ലാവരുടെയും വീട്ടിൽ ഓരോ തൈകളെങ്കിലും ഉണ്ടാവുന്നതാണ്. പക്ഷേ UK ഇത് വെച്ച് പിടിപ്പിച്ച് വളർത്തി ഇതുപോലെ ആക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് ക്ലൈമറ്റിൻ്റെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നോക്കുന്നു എന്നുള്ളതൊക്കെ രീതി അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ശിവചേട്ടൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ തന്നെയായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. മണ്ണിലൊന്നും നട്ടിട്ടില്ല. പക്ഷെ അത് അത്യാവശ്യം നല്ല പുഷ്ടിയോടെ തന്നെ വളർന്ന് നിൽക്കുകയാണ്. ഇതിനകത്ത് അയൺ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ തുരുമ്പിച്ച ആണി ഇതിനകത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ അത്യാവശ്യം അയൺ കണ്ടൻറ്റൊക്കെ ഈ ചെടിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ പിന്നെ അതേപോലെ തന്നെ അത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കാരണം ഒരുപാടങ്ങ് വളർന്ന് പന്തലിച്ച് ആവുന്നില്ല. അതൊരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു നൈസ് സെറ്റിംഗ് ആണ് ഇവിടുത്തെ ഈ പ്ലാന്റ്സ് എല്ലാം, ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണത്. അതുപോലെ തന്നെ ഇത് ആക്ച്വലി ബനാന പ്ലാന്റ് പോലത്തെ ഒരു സിമിലർ ആണ്. വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണിത്. ഇത് ആക്ച്വലി ആസ്പറാഗസ് ഫേൺ എന്ന് പറയും. നമ്മൾ ഫേൺ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ്, വേറൊരു സ്പീഷീസ് ആണത്.
പിന്നെ സ്പൈഡർ പ്ലാന്റ് വെരി കോമൺ ആണ്, എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഇതാണ്. സ്പൈഡർ പ്ലാന്റ് ആക്ച്വലി ലൈക്ക് കുറച്ചൊരു ചെറിയ തൈയായിട്ട് നട്ടുകഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് വിടർന്ന് ഒരുപാട് നിറയെ ഇങ്ങനെ ലീവ്സൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു ഭംഗിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഷിപ്ഷൻ്റെ വീട്ടിലെ ഇൻറ്റീരിയർ പ്ലാന്റ്സും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു ഫയർ പ്ലേസിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഒരേ ഷേപ്പിലും ഒരേ ഹൈറ്റിലും ഉള്ള 2 ഫ്ലവർ വേസസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നട്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് സ്നേക്ക് പ്ലാന്റും വേറൊരു ക്ലൈംബർ പ്ലാന്റും ആണ്. പക്ഷേ അത് ആ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ്. കുറേ പെബിൾസും അതിൻ്റെ ഇടയിൽ കുറച്ച് ആൻറ്റീക് സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അടിപൊളി കസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബേർഡ്സ് നെസ്റ്റ് എന്നാണ് ഈ ചെടിയുടെ പേര്. അതിൻ്റെ 2 സൈഡിലായിട്ടും സ്നേക്ക് പ്ലാന്റും ഉണ്ട്. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ അടിയിൽ മൊത്തം റൗണ്ട് പെബിൾസ് ആയിട്ടേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്.